എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഓക്കെ, അപ്പോൾ ഇന്ന് കരിയർ റീഡിംഗ് കാർക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ട് കുറച്ച് ദിവസമായി അല്ലേ, കുറേ നാളായി ആക്ച്വലി. ഞാൻ മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യാത്ത എന്താ അറിയോ, വളരെ കുറച്ച് പേരെ ഇത് നോക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനപ്പോൾ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നോക്കിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഇതിൽ ഞാൻ നോക്കാതെ വിടുന്നതാണ്. ഇന്ന് പിന്നെ ഷോർട്സ് ഇടാത്തതുകൊണ്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് വേണ്ടി ഒരു കരിയർ റീഡിംഗ് ചെറുതായാലും ഒന്ന് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ 3 പാർട്ടായിട്ട് ചെയ്യാം. ഒന്നുകിൽ ഫസ്റ്റ് ന്യൂ ജോബിന് ട്രൈ ചെയ്യുന്നവർക്ക്, അത് ഗവൺമെൻറ് ജോബ് ആവട്ടെ പ്രൈവറ്റ് ജോബ് ആവട്ടെ എന്തോ ആവട്ടെ, ന്യൂ ജോബ് സെർച്ച് ചെയ്യുന്നവർക്കുള്ള പ്രോസ്പെക്റ്റ് എന്താണ്, കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ എക്സിസ്റ്റിംഗ് ജോബിലൊരു പ്രൊമോഷൻ ഒക്കെ സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത എന്താണെന്ന് നോക്കാം. എബ്രോഡ് പോകാൻ ശ്രമിക്കുന്നവർക്ക് ചാൻസസ് എന്താണ് എന്നും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ന്യൂ ജോബ് ട്രൈ ചെയ്യുന്നവർക്ക്, ഡിവൈൻ ആൻഡ് വ്യൂവേഴ്സ് ഒരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ വ്യൂവേഴ്സ് ഒരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അവർക്ക് ആ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന്, ജോലി കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുകൂടി എനിക്ക് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സ് ഒരു പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുകയാണ്. അവർക്ക് ആ ജോലി കിട്ടുമോ ഇല്ലയോ, കിട്ടണമെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി പറഞ്ഞു തരൂ. എനിക്കൊരു 5 കാർഡ് തന്നായിരുന്നു. ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും. ഓക്കെ, 10 ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, 8 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 4 ഓഫ് സോർട്സ്. ഓവർ സ്ട്രെസ് കാണുന്നുണ്ട്, ജോലിയെക്കുറിച്ച് ആലോചിച്ച് ഓവർ സ്ട്രെസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ 3 ഓഫ് സോർട്സ്. 3 ഓഫ് സോർട്സ്. ഓക്കെ, ഈ രാശി ഞാൻ പറയാം. ഓക്കെ, ഇവിടെ മെയിനായിട്ട് വീൽ ഓഫ് ഫോർച്യൂണും കൂടെ ഒന്ന് ക്ലാരിഫൈ. വീൽ ഓഫ് ഫോർച്യൂൺ, ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇവിടെ പലർക്കും ഒരു ന്യൂ ബിഗിനിങ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ന്യൂ ബിഗിനിങ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ എബ്രോഡ് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു ലക്ക് നിങ്ങളുടെ ഫേവറായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി എബ്രോഡ് ജോലി ശ്രമിക്കുന്നവർക്ക് ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെ ഒരു ഫാമിലി തടസ്സമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എബ്രോഡ് പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഒരു തടസ്സം അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ഈ തടസ്സം മാറുമോ? ഓക്കെ, അവിടെ അവർ ജഗ്ലിംഗ് ആയിരുന്നെങ്കിൽ, അതായത് അതുമൂലം നിങ്ങൾ കൺഫ്യൂഷനിലായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയുടെ എതിർപ്പ് മൂലം നിങ്ങൾ കൺഫ്യൂഷനിലായിരുന്നു. മുന്നോട്ട് പോകണോ വേണ്ടയോ, ഓഫർ വന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു നിങ്ങളെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അത് പിന്നീട് ശരിയായിക്കോളും. ഫാമിലിയുടെ ഇഷ്യൂ പിന്നീട് ശരിയായിക്കോളും. കാരണം എബ്രോഡാണ്, നിങ്ങൾക്ക് പുതിയ പ്രോജക്ട്സ് ഒക്കെ കിട്ടി ഒരു പ്രോസ്പെരിറ്റിക്ക് വരാനുള്ള ഒരു സാഹചര്യം കാണുന്നത്. ഫാമിലിയുടെ എതിർപ്പ് പിന്നീട് ശരിയായിക്കോളും. ഓക്കെ, അതേപോലെ ഇത് പോസിറ്റീവ് കാർഡാണ്. ഒരു ജോലി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലി കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണമെന്ന്. എബ്രോഡ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പോസിറ്റീവ് ആണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അവിടെ നിങ്ങളുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യുക. മൂന്നാമതൊരാളുടെ സഹായം എടുക്കണമെങ്കിൽ എടുക്കുക. ഓക്കെ, എന്തെങ്കിലും പഠിക്കാൻ നിങ്ങളൊരു കോഴ്സ് ചെയ്ത് കാണും, അതിനെക്കുറിച്ച് ഇപ്പോൾ PSCക്കാണ് നിങ്ങൾ ഗവൺമെൻറ് ജോബിനാണ് ട്രൈ ചെയ്യുന്നത്, PSC കുറച്ച് നല്ലതായിട്ട് പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ. പ്രൈവറ്റ് ജോബാണ്, അതിന് വേണ്ടി ഉള്ള റിക്വയർമെൻറ്റ്സ് എന്താണോ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് അവിടെ കാണുന്നത്. ചിലർക്ക് ഒരു ടവർ മൂവ്മെൻ്റ് ആണ് ഇത്. എസ്പെഷ്യലി രാശി വന്നിരിക്കുന്നത് സ്പോർട്സിൻ്റെ ആണ്. സ്പോർട്സിൻ്റെ വെച്ചിട്ട് ലിബ്ര, ജമുന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത് എസ്പെഷ്യലി ഞാൻ പറഞ്ഞത് ഹാർട്ട് ബ്രേക്ക് വന്നുകൊണ്ട് ഇത് എല്ലാവർക്കും ഇങ്ങനെ ആണോ എന്നൊരു പേടി വരും. എസ്പെഷ്യലി ഈ രാശിക്കാർക്ക് എല്ലാവർക്കും അല്ല, അത് ഞാൻ പറയുകയാണ്.
അവിടെ ചിലർക്കെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ടവർ മൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ഒരു റിജക്ഷൻ വരാൻ സാധ്യത. നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതേസമയം മറ്റു ചിലർക്ക് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഇതിൽ എസ്പെഷ്യലി ഈ രാശിക്കാർക്ക് പുതിയ ഒരു ജോബ് നിങ്ങൾ വിഷ് ചെയ്ത രീതിയിലുള്ള വലിയ ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ ടവർ മൂവ്മെൻറ്റ് മാറാൻ സാധ്യതയുണ്ട് ഡിവൈൻ. ഈ ടവർ മൂവ്മെൻറ്റ് പിന്നീട് മാറാൻ സാധ്യതയുണ്ടോ? ഈ ടവർ മൂവ്മെൻറ്റ് പിന്നീട് മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു പ്രോസ്പെരിറ്റി വരുന്ന, അബണ്ടൻസ് ഒക്കെ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. യെസ് കാർഡാണ്, അതും എംപ്രസ് വരുമ്പോൾ പ്രോസ്പെരിറ്റി ആണ്. ഓക്കെ, അവിടെ പിന്നീട് നിങ്ങൾ വീണ്ടും ശ്രമിക്കുക. ഒരു റിജക്ഷൻ വന്നാൽ തളർന്നിരിക്കാതെ അവിടെ വീണ്ടും ശ്രമിക്കുക. അവിടെ ഒരു നല്ല പോസിറ്റീവ് ചേഞ്ച് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ നിമിഷം റിജക്ഷൻ വന്നിട്ടുള്ളവർക്കാണ് ഈ പറയുന്നത് കേട്ടോ. റിജക്ഷൻ വന്നു എന്ന് പറഞ്ഞ് തകർന്നടിഞ്ഞിരിക്കാതെ വീണ്ടും ട്രൈ ചെയ്യുക, അത് സക്സസ് ആവും. ഓവർ സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് റിലാക്സ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുക. ക്ലാരിഫൈ 4 of Swords. ക്ലാരിഫൈ 4 of Swords. ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കരുത്. ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ജോലി സംബന്ധമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അതേപോലെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാനാണ് ആലോചിക്കുന്നത്, അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാമെന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ആ സംരംഭം നിങ്ങൾക്ക് സമ്പാദ്യം തരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇത് ന്യൂ ജോബ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുന്നവർക്കുള്ള. ഇനി എക്സിസ്റ്റിംഗ് ജോബിൻ്റെ നോക്കാം. ഓക്കെ, ഇനി എൻ്റെ വ്യൂവേഴ്സ് എക്സിസ്റ്റിംഗ് ജോബ് ചെയ്യുന്നവരാണ് ഡിവൈൻ. അവരതിലൊരു പ്രൊമോഷനോ ജോബ് ചേഞ്ചോ ഒക്കെ ആഗ്രഹിക്കുന്നു. പോസിബിൾ ആണോ എന്നൊന്ന് കാണിച്ചു തരൂ. ഒരു പ്രൊമോഷനോ ജോബ് ചേഞ്ചോ എല്ലാം എക്സിസ്റ്റിംഗ് ജോബുകാർക്ക് എങ്ങനെ ആയിരിക്കും എന്നൊന്ന് കാണിച്ചു തരൂ. Seven of Cups, Strength, Ace of Swords, very good, new beginning. Magician, Emperor, Eight of Wands, the Fool, ആൻഡ് ഡെത്ത് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഒരു ന്യൂ ബിഗിനിങ്, ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്ത ഒരു ന്യൂ ബിഗിനിങ് അവിടെ കാണുന്നുണ്ട്. ജോബ് ചേഞ്ചിന് ശ്രമിക്കുന്നവർക്ക് ഇത് പോസിറ്റീവ് സിംറ്റം ആണ്. ഓക്കെ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ ഫലപ്രദമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതേസമയം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ജോബിന് അപ്ലൈ ചെയ്ത് കാണണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എല്ലാം കൂടി ഒരേ സമയം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അതൊന്ന് ക്ഷമയോടെ മാത്രം ഇരുന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്ന് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ചോയ്സസ് ഒരുപാട് ഉണ്ടായിരിക്കും, ചിലത് ടെംപ്റ്റിംഗ് ആയിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ടെംപ്റ്റിംഗ് ആയതുകൊണ്ട് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാതെ അതിൻ്റെ നല്ല വശവും ചീത്ത വശവും നോക്കി മനസ്സിലാക്കി ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് വെച്ചിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോബിനെ പറ്റിയിട്ട് വളരെ ക്ലിയറായി ചിന്തിക്കുകയും ഒരു തീരുമാനം എടുക്കുകയും ഒരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ കഴിവുകളും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. എവിടെയെങ്കിലും സംശയിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ജോബ് നിങ്ങളുടെ കമ്പനിക്കകത്ത് തന്നെ ഒരു പുതിയ വേക്കൻസി വന്നു, അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ ധൈര്യമായി അപ്ലൈ ചെയ്യൂ. നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓവർ തിങ്കിങ് ഒഴിവാക്കിയിട്ട് ധൈര്യമായി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് അവിടെ പറയുന്നത് ഡിവൈൻ. അതേസമയം നിങ്ങളുടെ ബോസുമായിട്ട് നിങ്ങൾക്ക് ഇഷ്യൂ ആണ്, നിങ്ങളുടെ മാനേജറാണ് അവിടെ ഒരു ഇഷ്യൂ എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവിടെ ആ ഒരു ഇഷ്യൂ കുറഞ്ഞിട്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും നിങ്ങൾക്കൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ അവിടെ ഒരു വരുന്നതായിട്ടും നിങ്ങളൊരു ലീഡർഷിപ്പ് പൊസിഷനിൽ എത്തുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്.
കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബോസാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഒരു വിദേശ യാത്ര ചിലർക്കെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ പുതിയ ബിഗിനിങ്ങുകൾ പേടിക്കാതിരിക്കുക, അതേസമയം സൂക്ഷ്മതയോടെ മാത്രം മുന്നോട്ട് പോവുക. പോസിബിലിറ്റീസ് വരികയാണെങ്കിൽ ഏറ്റെടുക്കുക. ഓക്കെ, എടുത്ത് ചാടി തീരുമാനമെടുക്കരുത്, സൂക്ഷിച്ച് മാത്രം കാലുകൾ മുന്നോട്ട് വയ്ക്കുക. പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് എൻജോയ് ചെയ്യുക എന്നും ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇതായിരുന്നു എക്സിസ്റ്റിംഗ് ജോബുകാർക്ക്. സ്പെസിഫിക്കലി നിങ്ങൾ എബ്രോഡ് ജോലിക്ക് മാത്രം ശ്രമിക്കുകയാണ്, വിസയൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് എസ്പെഷ്യലി എബ്രോഡ് പോകാൻ ശ്രമിക്കുകയാണ്. കാരണം ഇത് ലൈവിന് വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് എസ്പെഷ്യലി എബ്രോഡ് ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് ശ്രമിക്കുകയാണ്. അവർക്കുള്ള ഗൈഡൻസ് എന്താണ്, അവർക്കുള്ള വിസ വരാൻ സാധ്യതയുണ്ടോ, എന്താണ് അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊന്നും പറഞ്ഞു തരും. ദ മൂൺ, ഓക്കെ, 8 of Wands, Queen of Cups, Knight of Cups, നല്ല കാർഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 9 of Wands, 7 of Cups ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 4 of Cups. ഇവിടെ നിങ്ങൾ പ്രതീക്ഷ കൈവിട്ട് ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇനി ആ വിസയൊന്നും വരില്ല എന്ന് പറഞ്ഞ് ഒന്ന് പ്രതീക്ഷ കൈവിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ടും ക്വീൻ ഓഫ് കപ്സും അത് തന്നെയാണ്. നിങ്ങൾ എബ്രോഡ് പോകുന്നതിനെ പറ്റി ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ഓവർ ഇമോഷണലായിട്ട് നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ മാറി നിങ്ങൾക്കൊരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങളുടെ എംപ്ലോയറുടെ ഭാഗത്ത് നിന്നും വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് മൂവ്മെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ്. നിങ്ങൾ മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ജോബ് പ്രപ്പോസലൊക്കെ അവിടെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ചിലർ വെയിറ്റിംഗ് പീരീഡിലാണ്. നിങ്ങൾക്കൊരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ് അവിടെ നടക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന് പരീക്ഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ചിലർക്ക് ഒരു വെയിറ്റിംഗ് എനർജി അവിടെ കാണുന്നുണ്ട്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രമേ കാര്യം നടക്കൂ എന്നുള്ളൊരു ഇതുണ്ട്. ചിലർ ഒരുപാട് ചോയ്സസിൽ പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന, അതാണ് ഇവിടെ തന്നെ നിൽക്കണോ പുറത്തേക്ക് പോകണോ എന്നുള്ളൊരു ചിന്ത. ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, അവിടെ എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാതെ നിങ്ങൾ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ ദീസ് ടു കാർഡ്സ്. ക്ലാരിഫൈ 9 of Wands. വെയിറ്റിംഗ് പീരീഡിലാണെങ്കിൽ എന്താണ് സ്ഥിതി? ക്ലാരിഫൈ 9 of Swords. 9 of Swords വന്ന സ്ഥിതിക്ക് വെയിറ്റിംഗ് പീരീഡിലാണെങ്കിൽ കാര്യങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി എബ്രോഡ്. ഇത് ട്രാവൽ റിലേറ്റഡ് കാർഡാണ്. ഓക്കെ, എബ്രോഡ് ട്രാവൽ ചെയ്യുന്ന കാർഡാണിത്. ഇവിടെ ലീവിങ് ഹോം എന്നാണ് അവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, വീട് വിട്ട് ദൂരേക്ക് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും നിന്നും വിട്ടിട്ട് ഒരു ജോബ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എസ്പെഷ്യലി ഞാനത് എബ്രോഡ് ജോലിക്കാർക്കാണ് നോക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വെയിറ്റിംഗ് പീരീഡ് ആണ്, പക്ഷേ ഇവർക്ക് കുറച്ച് ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു 9 months ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ 7 of Cups ഒന്ന് ക്ലാരിഫൈ ചെയ്ത് വരും ഡിവൈൻ. 7 of Cups ഒന്ന് ക്ലാരിഫൈ ചെയ്ത് വരും. ഈ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന്. അത് ഈ ഓഗസ്റ്റ് മാസം തന്നെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവർക്ക് സെപ്റ്റംബർ ടു ഫെബ്രുവരിയുടെ ഇടയിൽ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ക്ലാരിഫൈ 7 of Cups. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എബ്രോഡിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി, പോസിറ്റീവ് റിസൾട്ടാണ് നിങ്ങൾക്ക് തരിക. അത് ധൈര്യമായി എടുക്കാനാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നിൽക്കണോ എബ്രോഡ് പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ എബ്രോഡ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അതേപോലെ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ നിങ്ങൾക്ക് ചിലർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്.
ജോബ് കിട്ടാതിരിക്കുമോ എന്നൊരു ഓവർ തിങ്കിങ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ 4 ഓഫ് കപ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത ഒരു ഡിവൈൻ. അവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. റിജക്ഷൻ അല്ല വരുന്നത്, അവിടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ്. അതും ഒരു ട്രാവലായിട്ട് എടുക്കാം. കുതിരപ്പുറത്ത് ഇരിക്കുകയാണ് അല്ലേ, അപ്പം നിങ്ങൾ പുറത്തേക്ക് പോകുന്നതായിട്ട് തന്നെയാണ്, ന്യൂ ബിഗിനിങ്ങുമായിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞ് കരിയർ റീഡിങ്. ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. കൂടുതൽ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിൽ കൂടെ ജോബ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പേഴ്സണൽ റീഡിങ് വഴി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതേപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ, ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിൽ വരുമ്പോഴായാലും ലൈവ് വരുമ്പോഴായാലും ഫ്യൂച്ചർ ജോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂസ് ആവുകയുള്ളൂ അല്ലേ. കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പുതിയ ജോബ് അന്വേഷിക്കുകയാണോ, ന്യൂ ജോബിൽ അല്ല എക്സിസ്റ്റിംഗ് ജോബിൽ എന്തെങ്കിലും ചേഞ്ച് ഉദ്ദേശിക്കുകയാണോ എനിക്കറിയില്ലല്ലോ. കാരണം ഞാൻ ആ 2-3 സെക്കൻഡിലാണ് ലൈവിൽ 100 കണക്കിന് ആൾക്കാർ ലൈവിൽ കയറുന്നുണ്ട്, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും. അപ്പോൾ ഞാൻ പറയുന്നത് കരിയർ എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കുമ്പോൾ കരിയറിൽ സ്പെസിഫിക്കലി എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കുക. ജോബ് ചേഞ്ച് നടക്കുമോ, കരിയർ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, പുതിയ ജോബ് കിട്ടുമോ, എക്സിസ്റ്റിംഗ് ജോബ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ, പ്രൊമോഷൻ കിട്ടുമോ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ആൻസർ പറയും. ഓക്കെ, കരിയർ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും സമയമില്ല. നമുക്ക് റീഡ് ചെയ്ത് പറയാൻ പറ്റും പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ. കരിയർ എന്താണെന്ന് നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. പക്ഷെ ലൈവിൽ വരുമ്പോൾ ആ 2-3 സെക്കൻഡിൽ എനിക്ക് അത്ര പെട്ടെന്ന് റീഡ് ചെയ്ത് പറയാൻ സാധിക്കില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ചിലരുടെ വിട്ടു പോകുന്നത്. ഞാൻ 2 പ്രാവശ്യം പറയാം, നിങ്ങളുടെ റെസ്പോൺസ് കണ്ടില്ലെങ്കിൽ ഞാൻ മൂവ് ഓൺ ചെയ്ത് പോകും, മനസ്സിലായില്ലേ? കാരണം വേറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കുന്നവർ എസ്പെഷ്യലി നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ് എന്ന് കറക്റ്റായിട്ട് അവിടെ പറയുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ദയവായി ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കുക കേട്ടോ. ചാനലിൽ കണക്റ്റഡ് ആയിരുന്നാൽ മാത്രമേ, ഞാൻ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ കണക്റ്റഡ് ആയിരുന്നാലേ നിങ്ങളുടെ എനർജീസ് എനിക്ക് ആക്യുറേറ്റ് ആയിട്ട് കണക്റ്റ് ആവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. ഉടനെ തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ.